കോയമ്പത്തൂരിൽ മലയാളികൾക്ക് നേരെ ആക്രമണം. പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖും സംഘവുമാണ് ആക്രമണത്തിനിരയായത്. വാഹനം ആക്രമിച്ചത് മുഖം മൂടി ധരിച്ച എത്തിയ സംഘമാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് സംഭവിച്ചത്? കോയമ്പത്തൂരിലാണ് ഈ മലയാളികൾക്ക് ആക്രമണം ഏറ്റതെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു സംഭവം? ഭവ്യ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. 4 യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് 15 മുഖംമൂടി ധരിച്ച യുവാക്കൾ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. കൊച്ചി സേലം ദേശീയപാതയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ കോയമ്പത്തൂരിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന യുവാക്കൾ 4 പേരടങ്ങുന്ന സംഘം ഇവരുടെ കാറ് ഒരു ഇന്നോവ കാറുമായി തട്ടുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ കാർ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടു. ആ സമയം ഇവർ കരുതിയത് വണ്ടി തട്ടിയത് കൊണ്ട് അത് ചോദിക്കാൻ വരുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ അവർ ആ വണ്ടി നിർത്തുകയും ചെയ്യും. ഇവർ ഓടിച്ചിരുന്ന വാഹനം നിർത്തിയിരുന്നു. അതിനുശേഷം ഈ മുഖംമൂടി ധരിച്ച 15 പേരടങ്ങുന്ന സംഘം, അത് 3 കാറുകളിലായാണ് വരുന്നത്. ഈ 15 പേരടങ്ങുന്ന സംഘം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തങ്ങളുടെ കയ്യിലിരുന്ന ആയുധം വെച്ച് ഈ കാറിന്റെ ചില്ല് അടക്കം അടിച്ച് തകർക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ യുവാക്കൾ, ഈ വാഹനം ഓടിച്ചിരുന്ന അസ്ലം സിദ്ദിഖി എന്ന യുവാവിന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടത്. വേഗം തന്നെ കാർ മുന്നോട്ടെടുത്ത് ദയവായി തുടരുക. ആ ദൃശ്യം ഒന്ന് കൃത്യമായി പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് അതിനുശേഷം നാം വിളിക്കാം. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള സിനിമാ സ്റ്റൈൽ സ്റ്റണ്ടൊക്കെ അനുകരിക്കുന്നത് പോലെയുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ഈ മലയാളി സംഘം കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്നവരാണോ, അവർ അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ യാത്രയായി ബന്ധപ്പെട്ട് പോയതാണോ? എന്താണ് സംഭവിച്ചത്? അവരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു? ഭവ്യ, നമ്മളോടൊപ്പം ഇപ്പൊ അവരും ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവരോട് തന്നെ ചോദിക്കാം. ഇതാണ് അസ്ലം വാഹനം ഓടിച്ചിരുന്നത്. അസ്ലം വളരെ ഒരു സിനിമാറ്റിക് സ്റ്റൈല് പോലെ ചേസ് ചെയ്ത് വരുന്നു. ആയുധങ്ങളൊക്കെ ആയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അസ്ലമിന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് നിങ്ങൾ സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടത്. എന്താണ് അന്ന് സംഭവിച്ചത്? ഞങ്ങൾ ബാംഗ്ലൂർ വിട്ട് തിരിച്ചു തന്നെ വഴിയായിരുന്നു. സിസ്റ്റർ എടുത്തിട്ട് വരുമായിരുന്നു. അപ്പോൾ ഒരു 2:30 ആയി നമ്മൾ ഈ സ്ഥലത്ത് എത്തുമ്പോൾ, മതിക്കരയിൽ എത്തുമ്പോൾ. അപ്പോൾ സിഗ്നലിൽ നിൽക്കുവായിരുന്നു ഞങ്ങൾ. സിഗ്നൽ ജസ്റ്റ് പാസ് ചെയ്ത് ഒരു 300 മീറ്റർ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സിഗ്നലിൽ പുറം വന്ന വണ്ടികളൊക്കെ കയറിപ്പോയി. അതിനുശേഷമാണ് ഇവർ വരുന്നത്. ഇവർ വന്നിട്ട് ഫസ്റ്റ് വന്ന ഇന്നോവ നമ്മുടെ ബാക്കിലേക്ക് മുട്ടി. അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് ഒന്ന് സ്ലിപ്പായി പോയി വണ്ടി. അപ്പോൾ തന്നെ അവർ പിന്നെ ഒന്നും കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നിട്ട് നമ്മുടെ വണ്ടിയോട് ചേർത്ത് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്താ വണ്ടി തട്ടിയതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു വണ്ടി ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ KL വണ്ടിയാണ്, ഇന്നോവ. അപ്പൊ തന്നെ അവർ ഡോർ തുറന്നു. അപ്പൊ അപ്പോഴത്തേക്കും ബാക്കിൽ ഒരു കരച്ചിൽ തുടങ്ങി. അപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. ഈ വണ്ടി നിർത്തിയിട്ടുള്ളൂ, ഇവര് കരച്ചിലും തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പുറകെയും പിന്നെ 2-3 വണ്ടികൾ വന്നിട്ടുണ്ട്. ഇവരെ ഓൾറെഡി അറ്റാക്കി തുടങ്ങി, ബാക്കിൽ നിന്ന് അടിച്ചു തുടങ്ങി ചില്ലിലേക്ക്. അപ്പോഴാണ് എനിക്ക് ഇവരെ കരച്ചിലും കേട്ട് അപ്പോഴേക്കും ചാൾസ് ഇവനെ എണിച്ചിട്ട് എല്ലാവരും ഉറക്കത്തിലേക്ക് പോയായിരുന്നു. ഇവനെ എണിച്ചിട്ട് അപ്പൊ തന്നെ പറഞ്ഞു, എടാ വണ്ടി കൊള്ളക്കാരെന്നുള്ള രീതിയിൽ ഇവൻ ഭയങ്കര ഒച്ചയിൽ പറഞ്ഞു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ വണ്ടി റിവേഴ്സ് ചെയ്തു. അപ്പോഴാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങണവനെ കാണുന്നത്. അവൻ ഫുള്ള് മാസ്ക് ഇട്ട്, ഫുള്ള് ഗ്ലൗസും കാലില് ഗ്ലൗസും മറ്റേതൊക്കെ ഇട്ട്. അപ്പൊ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അവനിങ്ങനെ കാണിക്കുന്നത് സ്റ്റിക്ക് എടുക്കാൻ പറഞ്ഞ് മറ്റേ ഇതൊക്കെ എടുത്ത് വരുന്നുണ്ട്. പിന്നെ ഓടിച്ചോണ്ടിരുന്ന ആളാണ്. പിന്നെ കയറി മാസ്ക് ഒന്നും വെക്കാണ്ട് പുള്ളിയുടെ ഫുള്ള് ഫേസ് നല്ലോണം കാണാം. പുള്ളി വന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ ബാക്കിലേക്ക് എടുത്ത് ആ ബാക്കിൽ കിടക്കുന്ന എത്തിയോസിലേക്ക് ഇടിച്ച് ആ വണ്ടി നീക്കിച്ചു. എന്നിട്ട് പിന്നെ ഫസ്റ്റ് ഇട്ട് നേരെ ഫ്രണ്ട് ഇവർ നിൽക്കണമെന്ന് ഞാൻ നോക്കിയില്ല. ഫ്രണ്ടില് നേരെ എടുത്തപ്പോൾ ഇവരെ 2 ഡോർ ഇങ്ങനെ തുറന്നെടുക്കുമായിരുന്നു. അത് കാരണം റോഡ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നേരെ ഡോർ 2 ഇടിച്ച് പൊളിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോഴാണ് ഈ ഫ്രണ്ടിൽ നിന്നപ്പോഴാണ് ടോൾ കാണുന്നത്.
അതുണ്ടെന്ന് ഓർത്ത് പോയതല്ല, എന്തെങ്കിലും ആളുകളെ കാണുമ്പോൾ നിർത്താന്നുള്ള ഇതിലാണ് പോയത്. അപ്പൊ തന്നെ ടോള് കണ്ടു പാടുന്ന പോലീസുകാർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായി ഇപ്പൊ ടോളില്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ വണ്ടി നമ്പർ എത്രയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഓർക്കണില്ല, KL എന്ന് പറഞ്ഞു, KL വണ്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അവര് ട്രാഫിക്കിലേക്കൊക്കെ വിളിച്ചു പറയുന്നുണ്ടായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാറ് CCTV ക്യാമറ ഉണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോഴാണ് എനിക്ക് കത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമറ ഉണ്ട്. അപ്പൊ തന്നെ അവരെല്ലാവരും വന്നു പിടിന്ന് എടുക്കെടുക്കുന്നു പറഞ്ഞ് നമുക്കപ്പോ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ തന്നെ അവർ അന്വേഷിക്കൽ തുടങ്ങി അവിടെ. എന്നിട്ട് അവർ നമ്മളെ അപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നോ 8 മണിക്ക് ഇനി SI വരുള്ളൂ, FIR രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. അങ്ങനെ 8 മണി കഴിയുമ്പോഴത്തേക്കും പോലീസ് വന്നു, എല്ലാം എഴുതി നമ്മളെ അവിടെ കൊണ്ടുപോയി അവരുടെ ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയി അന്വേഷിച്ചു. വണ്ടി വന്ന സ്ഥലം മുട്ടിയ സ്ഥലത്തൊക്കെ വന്ന് അവർ നോക്കി എല്ലാം നോട്ട് ചെയ്ത് ഒരു 3 മണി 4 മണി വരെയൊക്കെ നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു സ്റ്റേഷനിൽ. അത് കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ഞങ്ങളോട് ഇങ്ങനെ പൊക്കോ എന്ന് പറഞ്ഞ് അവർ നമ്മുടെ വീഡിയോ എല്ലാവരും CD-യിലൊക്കെ ആക്കി. അപ്പം വീഡിയോ നമ്മൾ അവരോട് ഷെയർ ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യില്ല, അന്വേഷിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ അങ്ങനെ തിരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 8 മണി 9 മണി രാത്രി ഇവിടെ ഞങ്ങൾ ബസ്സിനേറിയ ഇവിടെ വന്നത്. CPയും എല്ലാം കൈപിടിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ എന്റെ അച്ഛൻ ഞങ്ങളെ വിളിക്കാൻ. ജോലി ചെയ്യാണോ എവിടെ? എനിക്ക് സ്വന്തമായിട്ട് അഡ്വർടൈസിംഗിന്റെ പരിപാടിയാണ്. അപ്പൊ അവിടത്തേക്ക് സിസ്റ്റർ ഞാനിപ്പോ തുടങ്ങി, ജസ്റ്റ് ഒരു മാസം തുടങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കി വരുമായിരുന്നു. അപ്പൊ അങ്ങോട്ട് സിസ്റ്റം എടുത്തതാണ് ഇപ്പൊ ഇത്. അപ്പൊ എടുത്ത് ഞങ്ങളപ്പോ കല്ലൂരെന്ന് ഇറങ്ങി. അപ്പൊ ഇവിടെ അച്ഛൻ വിളിക്കാൻ വന്നു. അപ്പൊ ഞങ്ങൾ നേരെ അതൊക്കെ കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ ഇരുന്ന്. അപ്പൊ ഞാൻ അവിടെ പോലീസിനെ തന്നെ വിളിച്ചു. അവിടെ SIനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും ആയിട്ടില്ല, അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ശനിയാഴ്ച രാവിലെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ചാൾസിന്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടത്തെ നമുക്ക് കേരള പോലീസിലും പറയണം, ഇല്ലെങ്കിൽ എന്തായാലും ഇത്ര വലിയൊരു സംഭവം നടന്നല്ലേ ഇവിടെ അറിയിക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു അന്ന് അറിയിക്കാന്ന് പറഞ്ഞ് എന്റെ ഫാദറും വന്നു, ഇവനും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ കുന്നനാട് സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരത് കേൾക്കാനും പോലും കൂട്ടാക്കൾ എന്താ സംഭവം എന്ന്. കേരള പോലീസ് കുന്നത്താട്. അപ്പൊ നമ്മള് കാര്യമായിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ സാർ ഇത്ര വലിയൊരു ഇൻസിഡന്റ് നടന്നത്, ഞങ്ങളുടെ അതിന്റെ പിസ്റ്റൾസ് അടക്കം ഇരിപ്പുണ്ട്, ഞങ്ങൾക്കത് റിസ്ക് ആണ്, അത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് കാണാൻ പോലും അവർ കൂട്ടാക്കില്ല എന്നുള്ളതാണ് അവിടെ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞത്. കഴിഞ്ഞിട്ട് നിങ്ങളുടെ രണ്ടുപേരും അഡ്രസ് ചെയ്ത് ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങിന് ആരെങ്കിലും പോകണമെങ്കിൽ അവിടെ വേണമെങ്കിൽ പോലീസിനെ വേണമെങ്കിൽ വിട്ടേക്കാം, നോക്കാനുള്ള രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാന്നുള്ള രീതിയിൽ, അത് നമ്മൾ തല്ലാനായാലും വേണ്ടെങ്കിൽ അവർ നോക്കിയേക്കാന്നുള്ള രീതിയിലുള്ള ഇത്. ഒരു പ്രതികരണമായിരുന്നു കേരള പോലീസ്. അവര് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ആരാന്ന് ചോദിച്ചപ്പോ എനിക്കറിയാം അവരുടെ അടുത്ത് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അവര് ഞങ്ങളുടെ അടുത്താണ് ചോദിക്കണം ഇത് ആരാണെന്ന്. ഇപ്പൊ ഈ സംഘത്തിലെ 4 പേരെ പിടിച്ചു എന്നുള്ളൊരു വാർത്ത കിട്ടുന്നു, അത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്? ഇന്നലെ കേരള മലയാളികൾ തന്നെയാണ്. മലയാളികൾ തന്നെയാന്ന് പറഞ്ഞത്, പാലക്കാടുള്ളവരാന്നാ പറഞ്ഞേക്കണേ. ഞങ്ങൾ ഇന്നലെ വിളിച്ചപ്പോഴാണ് SI പറഞ്ഞത് ഇങ്ങനെ 4 പേരെ പിടിച്ചിട്ട് മലയാളികളാന്ന് പറഞ്ഞത്, പാലക്കാടുള്ളവരാന്ന് പറഞ്ഞത്. വാരാടപാടായിട്ട് എന്തോ ആയിട്ടാണ് വണ്ടി മാറിപ്പോയതെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കണേ, ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാം. അപ്പൊ അതിനാണ് ഈ പോലീസുകാർ വിളിച്ചു, ഇവരൊക്കെ സംസാരിക്കുമ്പോഴുള്ളത് കറക്റ്റായിട്ട് അറിയുള്ളൂ എന്താന്ന്, നമ്മുടെ അടുത്ത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയൂല്ലോ. അപ്പൊ അതിനുവേണ്ടി ഓരോരുത്തരും പറയാമെന്നോർത്താണ് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നത്. പക്ഷെ ഇതാണ് റെസ്പോണ്ട് ചെയ്തത്. ഭവ്യ, ആ വിഷ്വലിൽ നമ്മൾ കാണുന്നു ഈ കുട്ടികളുടെ ഒരു ആത്മധൈര്യം, അതുകൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളൊന്നും കൂടാതെ ഇവർ രക്ഷപ്പെട്ടത്. പക്ഷേ അവരിവിടെ വന്ന് അവരുടെ ആ ഒരു ആശ്വാസം കഴിഞ്ഞ് പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ്. ആ ദൃശ്യങ്ങൾ അടക്കം കാണിച്ചിട്ട് പോലും പോലീസ് കൃത്യമായി അതിനെ പ്രതികരിക്കാനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിരാശയുണ്ടായി എന്നുള്ള കാര്യത്തിൽ ആ യുവാക്കൾ പറയുന്നതിൽ വാക്കുകൾ വ്യക്തമാണ്. നൈറ്റ് പെട്രോളിംഗ് ഏർപ്പെടുത്താം എന്ന് മാത്രമേ പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നേക്ക്, അല്ലാണ്ട് ഇവിടെ നേരമില്ല എന്ന് പറഞ്ഞവര്, അവർക്ക് തിരക്കാന്ന്. കാരണം നമ്മളിപ്പോ അവിടെ നിന്ന് മരിച്ചിട്ടോ വന്നെങ്കിൽ എസ്കോർട്ട് ചെയ്യാനും ആൾക്കാരെ അനുഗമിക്കാനൊക്കെ ഇഷ്ടം പോലെ പോലീസുകാരുണ്ടാവും. ഇപ്പൊ പരാതി കേൾക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. തമിഴ്നാട് പോലീസ് കൃത്യമായിട്ട് നിങ്ങളുടെ കൃത്യമായ ഇടപെടൽ മൊത്തം നടത്തുന്നുണ്ടായിരുന്നു. അവര് നല്ല സുരക്ഷിതമായിട്ട് നമ്മളവിടെ കൊണ്ടുവന്ന് നിർത്തിയതവര്. പിന്നെ ഞങ്ങളെ ബസ് കയറി അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് വലിയ ഇതിപ്പോ നമ്മൾ മീഡിയയിൽ പറയാൻ കാരണം ഇനി ആയാലും ഇത് സംഭവിക്കരുത്. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ക്യാമറ ഉള്ള കാരണമാണ് ഇത് കാണാൻ പറ്റിയത്, ഇല്ലെങ്കിൽ ഞങ്ങളും വല്ല സംഘങ്ങളാണ് തെറ്റിദ്ധരിച്ചേനെ മലയാളികള്. അപ്പൊ നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് കാരണന്മാരെ കുരുത്തുകൊണ്ട് ഇവിടെ വന്നു. ഞങ്ങളുടെ 2 പേരും കാരണന്മാർ അത്രയും ടെൻഷൻ അടിച്ചു. കാരണം അവരിവിടെ നാട്ടിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും നാട്ടുകാരുടെ ഇടപെടൽ വളരെ മോശമായിരുന്നു. അവര് പറയുന്നുണ്ടായിരുന്നു അവര് വല്ലതും ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ അനുഭവിച്ചേക്കണെന്ന്. കാരണന്മാരെ കൂടെ നിൽക്കാനായിട്ട് ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഈ അവസ്ഥ ഒരാൾക്കും വരരുത്. ഇതിപ്പോ നമ്മള് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇനി മലയാളികൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു ഉറപ്പ് അവിടെ വരുത്തണം കേരളത്തിനപ്പുറത്തേക്ക്. ഭവ്യ, ഇത്തരത്തിൽ നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ്. ദൂര യാത്രയ്ക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ പല രീതിയിലും അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രമാത്രം ഭയപ്പെടുത്തുന്ന ആ യുവാക്കൾ കിടന്ന് നിലവിളിക്കുന്നത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കേൾക്കാൻ കഴിയും. എന്തായാലും ഈ സുഹൃത്തുക്കളുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഇവർ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷേ രക്ഷപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരണം
പ്രതികരണമാണ് അവർക്ക് ലഭിച്ചതും. എന്തായാലും 4 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ 4 പേരും മലയാളികൾ തന്നെയാണ്, പാലക്കാട് സ്വദേശികളാണ്. ഇനി ആള് മാറി ഇവരെ ഈ പറയുന്ന പോലെ വല്ല കള്ളപ്പണോ ഹവാലയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ഇതിലുണ്ടോ എന്നും കൂടി നമുക്ക് സംശയിക്കണം. ഈ യുവാക്കളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ ഇങ്ങനെ ചേസ് ചെയ്ത് ആക്രമിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതെന്തായാലും പോലീസാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇത് ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. ഈ റോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഹൈവേ ഒന്നും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര വ്യക്തമല്ല ദൃശ്യം. എന്നാൽ പോലും ഇതൊരു ചെറിയ ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നായിരുന്നു ഈ ആക്രമണം എന്ന് മനസ്സിലാക്കണം, അല്ലേ? ഭവ്യ, ഇത് ദേശീയപാതയാണ്, സേലം കൊച്ചി ദേശീയപാതയാണ്. ഈ ദേശീയപാതയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാൻ കഴിയും. അതായത് പുലർച്ചെ നടക്കുന്നതാണ്, വെള്ളിയാഴ്ച പുലർച്ചെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കുറച്ച് ആളൊഴിഞ്ഞതായി നമുക്ക് തോന്നുന്നത്. പക്ഷേ ദേശീയപാത തന്നെയാണ്, അവിടെ വെച്ചാണ് പുലർച്ചെ ഈ സംഭവം ഉണ്ടാകുന്നത്. യുവാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം അവരെ ഒരു ഇന്നോവ കാറിനെ തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴാണ് ഈ ഇന്നോവ കാർ ഓവർടേക്ക് ചെയ്ത് വന്നത്. അപ്പൊ ഇവർ കരുതിയത് ആദ്യം ഇടിച്ചതുകൊണ്ട് അവർ വന്ന് ചോദിക്കുന്നതാകുമെന്ന് കരുതിയിട്ടാണ് ഇവരും വണ്ടി നിർത്തിയത്. പക്ഷേ ആ കാറിൽ നിന്ന് ഇറങ്ങിയ സംഘം മുഖംമൂടിയൊക്കെ ധരിച്ചു വന്നപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഇത് വല്ല മോഷണം കൊള്ള സംഘത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു. വണ്ടി എടുക്കുന്ന ഡ്രൈവറായിരുന്ന അസ്ലമിനോട് പറഞ്ഞതുകൊണ്ടാണ് ആ യുവാവ് വേഗം തന്നെ വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രക്ഷപ്പെട്ടത്. പിന്നെ അടുത്തുള്ള ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത് കോയമ്പത്തൂർ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസിനോട് ഈ വിവരം പറഞ്ഞു. പിന്നീട് ഈ ഇവരുടെ കാറിലുണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം പോലീസിനെ കാണിച്ചപ്പോഴാണ് ഈ വിഷയം എത്രമാത്രം ഗൌരവമുള്ള വിഷയമാണ്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായ പെരുമാറ്റമുണ്ടായെന്നാണ് യുവാക്കൾ പറയുന്നത്. എന്തായാലും കോയമ്പത്തൂരിൽ മലയാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.